തീരുമാനങ്ങൾ വിശദീകരിക്കുന്നു. അതിലേക്ക് അതോടൊപ്പം തന്നെ വേറൊരു തീരുമാനം എടുത്തിരുന്നു. ബഡ് സ്കൂളുകൾ, അത് നമ്മുടെ പഞ്ചായത്തുകൾ നടത്തുന്ന സ്കൂളുകളായി ബഡ് സ്കൂളുകൾ. അതുകൊണ്ട് ആ സ്കൂളുകളിൽ ഈ 50 എന്നുള്ളതിന് പകരം 25 കുട്ടികൾ ഉണ്ടെങ്കിലും അതും 25-ന് മുകളിലുള്ള കുട്ടികളുള്ള ബഡ് സ്കൂളുകളിൽ എയ്ഡഡ് പദവി കൊടുക്കാൻ തീരുമാനിച്ചു. അത് പഞ്ചായത്തുകളുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഇതാണ്. ഈ ബഡ് സ്കൂളുകൾ ആദ്യം പ്രവർത്തനം ആരംഭിച്ചത് കാസർഗോഡ് എൻഡോസൾഫാൻ ഏരിയയിലാണ്. അവർ വളരെ നല്ല സേവനമാണ് ചെയ്യുന്നത്. അപ്പോൾ 100-ന് മുകളിലുള്ള 33 സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി കൊടുത്തു. 50-ന് മുകളിലുള്ളവരുടെ ലിസ്റ്റ് കിട്ടിയാൽ 17-ാം തീയതി അതുകൂടി എയ്ഡഡ് ആക്കും. ബഡ് സ്കൂളുകൾ 25-ന് മുകളിലുള്ളത് ആക്കാൻ തീരുമാനിച്ചു. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നിലനിന്നിരുന്ന ഏറ്റവും വലിയൊരു അനീതിയാണ് ഇതുകൊണ്ട് മാറിക്കിട്ടുന്നത്. കാരണം ഓർഡിനറി സ്റ്റുഡൻസ് പഠിക്കുന്ന സ്കൂളിൽ വിദ്യാഭ്യാസം സൗജന്യമാണ്, +2 വരെ സൗജന്യമാണ്. ഈ പ്രത്യേക പരിഗണന വേണ്ട കുട്ടികൾ അവർ ഒന്നുകിൽ ഫീസ് കൊടുത്ത് പഠിക്കണം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഔദാര്യത്തിൽ പഠിക്കണം. ഇത് മാറ്റിയെടുക്കണം എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. ഇതിനെതിരെയാണ് പ്രതിപക്ഷ നേതാവ് എനിക്കെതിരെ കോടികളുടെ അഴിമതി ആരോപണം ഉന്നയിച്ചത്. എന്താണ് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്ന് എനിക്കറിയില്ല. ഈ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരെല്ലാം തുടരും. അവർക്ക് അവർ യോഗ്യതയുള്ളവരാണെങ്കിൽ അവർക്ക് ഈ എയ്ഡഡ് ആക്കിയതിൻ്റെ ആനുകൂല്യം കിട്ടും. ഇത്രയും നാൾ തുച്ഛമായ പ്രതിഫലം പറ്റി ഒരു വലിയ സേവനം ചെയ്തവരാണ്. അപ്പോൾ ഈ പോസ്റ്റുകളെ എല്ലാം കൂടെ കണക്കാക്കി അതിന് ലക്ഷങ്ങൾ ആരൊക്കെയോ വാങ്ങും എന്നതിൻ്റെ പേരിൽ അഴിമതി ആരോപണം ഉന്നയിച്ചു. വളരെ നിർഭാഗ്യകരായിപ്പോയി. ഇത് നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു തെറ്റ് തിരുത്തുക ചെയ്തത്, ഒരു അനീതി അവസാനിപ്പിക്കുക ചെയ്തത്. പക്ഷേ അഴിമതി ആരോപണം ഉന്നയിച്ചാൽ ഞങ്ങൾ മുമ്പോട്ട് പോവില്ല എന്നായിരിക്കാം അദ്ദേഹം ധരിച്ചത്. ഏതായിരുന്നാലും ഈ തീരുമാനം നടപ്പിലാക്കുക എന്നുള്ള ഒരേ ഒരു ഇതോടുകൂടി തന്നെ നമ്മൾ മുമ്പോട്ട് പോവുകയുണ്ടായി. അതിൻ്റെ സ്കൂളുകളുടെ 33 സ്കൂളുകളുടെ ഇത് വേണമെങ്കിൽ ഇവിടെ തരും. കെല്ലിലെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച ഇന്ന് തീരുമാനം എടുത്തു. കെല്ല് മാനേജ്മെൻറ്റും തൊഴിലാളി സംഘടനകളും തമ്മിൽ ഉണ്ടാക്കിയ ശമ്പള വർധനവ് 21% ശമ്പള വർധനവ്, അത് ഇന്ന് ദീർഘകാല കരാറിന് ഗവൺമെൻറ് അനുമതി കൊടുത്തു. പ്രതിമാസം 15.24 ലക്ഷം രൂപയുടെ ആനുകൂല്യങ്ങളാണ് അവിടുത്തെ തൊഴിലാളികൾക്ക് കിട്ടുന്നത്. ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലെ കരിവാറ്റയിൽ സ്ഥാപിക്കുന്ന പുതിയ മെഡിക്കൽ കോളേജിനായി സ്ഥലം ഏറ്റെടുത്തപ്പോൾ ഭൂമി നഷ്ടപ്പെട്ട 27 കുടുംബങ്ങൾക്ക് ഒരു പ്രത്യേക പുനരധിവാസ പാക്കേജ് അനുവദിച്ചു. സ്വന്തമായി മറ്റ് വസ്തുക്കൾ ഇല്ലാത്തവർക്ക് 5 സെന്റ് സ്ഥലവും കുടുംബത്തിലെ ഒരാൾക്ക് ഹരിപ്പാട് മെഡിക്കൽ കോളേജിൽ ജോലിയും നൽകും. ഭൂമി പൂർണ്ണമായും നഷ്ടപ്പെട്ട പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങൾക്കും അഞ്ച് സെന്റ് സ്ഥലവും അവർക്ക് സർക്കാരിൻ്റെ ഭവന സഹായ പദ്ധതിയിൽപ്പെടുത്തി അവർക്ക് നൽകുന്നതായിരിക്കും. ഇതിനുവേണ്ടി 72.376 ഭൂമി ജില്ലാ കളക്ടറോട് ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പാക്കേജിന് ആവശ്യമായ 94.85 ലക്ഷം രൂപ അനുവദിക്കുന്നതാണ്.
ഭവനരഹിതരായ 700 മത്സ്യത്തൊഴിലാളികൾക്ക് വീട് വെക്കുന്നതിന് വേണ്ടി 10 കോടി രൂപ ഫിഷറീസ് വകുപ്പിൽ നിന്ന് വിനിയോഗിക്കുന്നതിന് അനുമതി കൊടുത്തു. കോട്ടയം ജില്ലയിലെ തലപ്പാടിയിലെ MG യൂണിവേഴ്സിറ്റിയുടെ നേഴ്സസ് കോളേജുണ്ട്. അവിടെ 50 കിടക്കകളോട് കൂടിയിട്ടുള്ള ഒരു ആശുപത്രി പ്രവർത്തിക്കുന്നുണ്ട്. അവിടുത്തെ നേഴ്സസ് കോളേജിൻ്റെ അവരുടെ പരിശീലനത്തിന് അവരുടെ അവർക്ക് നേരിട്ട് വർക്ക് ചെയ്യുന്നതിനൊക്കെയുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഈ ഹോസ്പിറ്റൽ. അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ, അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ അവിടെ പ്രവർത്തിക്കും. അതിന് 7 പോസ്റ്റുകൾ സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. എക്സൈസ് വകുപ്പിലെ വനിതാ പ്രാതിനിധ്യം ഉയർത്തുന്നതിലേക്കായി 140 പോസ്റ്റുകൾ സൃഷ്ടിക്കാൻ നേരത്തെ തീരുമാനം എടുത്തിരുന്നു. അതപ്പം 70 പുതിയ പോസ്റ്റുകളും 70 കൺവെർട്ട് ചെയ്ത് നിയമിക്കുന്നതിനായിരുന്നു ആദ്യത്തെ തീരുമാനം. പക്ഷെ അങ്ങനെ കൺവെർട്ട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്നറിയിച്ചതിനെ തുടർന്ന് 140 പുതിയ തസ്തികകൾ തന്നെ സൃഷ്ടിക്കാനായിട്ട് തീരുമാനിച്ചു. ഈ ഡഫ് സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അത് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന അൺഎയ്ഡഡ് സ്പെഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളുകളായ അസിസി സ്കൂൾ ഫോർ ദി ഡഫ്, മാലാപ്പറമ്പ്, അതാണ് മാലാപ്പറമ്പാണ് അസിസി സ്കൂൾ ഫോർ ദി ഡഫ് മാലാപ്പറമ്പ്, മലപ്പുറം ശ്രവണ സംസാര ഹയർ സെക്കൻഡറി സ്കൂൾ, പാലക്കാട് വെസ്റ്റ് യാക്കര, ഇത് ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കാണ്. അതുപോലെ പുതിയ ബാച്ച് അനുവദിച്ചത് വാഴക്കാട് കാരുണ്യ ഭവൻ സ്കൂൾ ഫോർ ഡഫ്. അതിന് പുതിയ ബാച്ച് അനുവദിച്ച് ഹയർ സെക്കൻഡറി എയ്ഡഡ് ആക്കി അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്തു. കേരള റേഷൻ വ്യാപാരി ക്ഷേമനിധിയിലേക്ക് റേഷൻ വ്യാപാരികളുടെ പ്രതിമാസ ആദായം 200 രൂപയായും, അതായത് 50 രൂപ ആയിരുന്നത് 200 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. ഇവരുടെ അംശാദായം അവർ അടയ്ക്കേണ്ട തുകയാണ്. അവർക്ക് അവരുടെ കാലാവധി കഴിഞ്ഞ് അവർ പെൻഷനാകുന്ന സമയത്ത് പ്രതിമാസം 1500 രൂപയായിട്ട് പെൻഷൻ വർദ്ധിപ്പിച്ചു. 500 രൂപയിൽ നിന്ന് 1500 രൂപ. ദേശീയ ഗെയിംസിലെ വിജയികൾ അവർക്ക് സർക്കാർ സർവീസിൽ ജോലി കൊടുക്കാനായിട്ടുള്ള തീരുമാനം ഇന്നത്തെ ക്യാബിനറ്റ് എടുത്തു.
ദേശീയ ഗെയിംസിൽ സംസ്ഥാന ടീമിൻ്റെ വ്യക്തിഗത ഇനങ്ങളിൽ മെഡലുകൾ നേടിയവരിലും ടീം ഇനത്തിൽ സ്വർണ്ണ മെഡലുകൾ നേടിയവരിലും വ്യക്തിഗതം ഏതെങ്കിലും മെഡൽ കിട്ടിയാൽ മതി. ടീമായിട്ടുള്ള ഐറ്റത്തിലെ സ്വർണ്ണ മെഡലുകൾ കിട്ടിയവർക്ക് അവർക്കിപ്പം ജോലിയില്ലെങ്കിൽ വിവിധ വകുപ്പുകളിൽ സ്പോർട്സ് കോട്ട നിയമനം അത് 68 LDC പോസ്റ്റുകൾ സൂപ്പർ ന്യൂമറിയായി സൃഷ്ടിച്ച് നിയമിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ 25 പോസ്റ്റുകൾ സെക്രട്ടേറിയറ്റിലായിരിക്കും. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തസ്തിക. മറ്റ് 43 സൂപ്പർ ന്യൂമറി ഗവൺമെന്റിന്റെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലായിരിക്കും. ഇനി ടീമിൽ 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തും എത്തിയിട്ടുള്ളവർക്ക് ജോലി നൽകാൻ ഗവൺമെന്റ് കമ്മിറ്റഡ് ആണ്. അത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലായിരിക്കും കൊടുക്കുന്നത്. ഇതിന് പുറമെ ഈ 35ാം ദേശീയ ഗെയിംസില് സ്വർണം, വെള്ളി, വെങ്കല മെഡലുകൾ നേടിയ ഇന്ന് സർവീസിലുള്ളവർ നേടിയവർക്ക് അവര് സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ആണെങ്കിൽ സ്വർണം നേടിയവർക്ക് 3, വെള്ളി നേടിയവർക്ക് 2, വെങ്കല മെഡലുകൾ നേടിയവർക്ക് 1 ഇൻക്രിമെന്റുകൾ അഡീഷണൽ ആയിട്ട് നൽകി. ഇന്ന് ജോലിയുള്ളവരിൽ വിജയം നേടിയവർക്ക് വേണ്ടിയിട്ടുള്ള സ്കീമാണിത്. മറ്റേത് ജോലി ഇല്ലാത്തവർക്ക് 68 പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ജോലി കൊടുക്കും. മറ്റ് ടീം അംഗങ്ങളുടെ വെള്ളിയും വെങ്കലവും നേടിയിട്ടുള്ളവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു ഇത് ആരംഭിക്കുന്നതാണ്. ഓക്കെ. ഇപ്പോൾ എല്ലാം ഓരോ ക്യാബിനറ്റ് കഴിഞ്ഞ് വരുമ്പോഴേ 100 പോസ്റ്റ് 50, 60, 2, 3 പുതിയ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബാധ്യത സർക്കാരിന് ഏറ്റെടുക്കേണ്ടി വരില്ല. അത് സാധിക്കുമോ? അതെങ്ങനെയാണ് അതിൻ്റെ നിരമ്പരായികൾ എങ്ങനെയാണ്? അതിനെക്കുറിച്ചൊരു ധാരണ. ഞങ്ങൾ ഈ പറയുന്നത് ഞങ്ങളുടെ മുമ്പിൽ വരുന്ന ആവശ്യത്തിൻ്റെ 100-1 അംഗീകരിക്കുന്നുള്ളൂ. വളരെയേറെ ആവശ്യങ്ങളാണ് വരുന്നത്. നമ്മുടെ ആവശ്യം തിരിച്ചറിഞ്ഞ് അതാണ് അംഗീകരിക്കുന്നത്. അവർക്ക് ഗവർണറെ എപ്പം വേണേലും കാണാമല്ലോ. ഈ കഴിഞ്ഞ UDF മീറ്റിംഗിൽ കൺവീനർ ബ്രീഫ് ചെയ്തപ്പോൾ പറഞ്ഞു സർക്കാരിനോട് ശുപാർശ ചെയ്തു ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഉണ്ടായ ഈ അലിഗേഷൻ സ്കാംസിനെ കുറിച്ചൊരു അന്വേഷണം ഗവൺമെന്റിനോട് ശുപാർശ ചെയ്തു. അപ്പോൾ ഇന്നാണ് ആദ്യത്തെ ക്യാബിനറ്റ്. എന്തെങ്കിലും അതിനെക്കുറിച്ച് ശുപാർശ സ്വീകരിച്ചോ അതോ മുന്നോട്ട് പോകാനോ എന്തെങ്കിലും കോൺസ്പിറസി ഉണ്ടായിരുന്നോ? UDFന്റെ ശുപാർശ നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ശുപാർശ ഗവൺമെന്റ് തലത്തിൽ അന്വേഷിച്ച് ആവശ്യമായിട്ടുള്ള തീരുമാനമെടുക്കും. അല്ല, അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അത് വ്യക്തമായ തീരുമാനമെടുക്കും. അതിന് താമസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അതിനൊരു സമയമുണ്ട്. ആരോപണങ്ങളുടെ പേരിൽ അങ്ങേ സ്വൈര്യമായി പുറത്തിറങ്ങി നടക്കാൻ അനുവദിക്കില്ല എന്നാണ് CPM നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്
ബജറ്റും ഈ നയപ്രഖ്യാപനമൊക്കെ വരുന്ന സമയത്ത് സർക്കാരിന് എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിയാണോ? ഒരു ഭീഷണിയില്ല. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും. ഗവൺമെൻറ്റിൻ്റെ ഈ അവസാന പ്രവർത്തന കാലഘട്ടത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാനാണെങ്കിൽ അതോട് ഒരിക്കലും അതിന് ജനങ്ങളുടെ പിന്തുണ ഉണ്ടാവില്ല. വികസനവും കരുതലുമായിരുന്നു ഈ ഗവൺമെൻറ്റിൻ്റെ മുദ്രാവാക്യം. അത് തുടക്കം മുതൽ ഈ ഗവൺമെൻറ്റിന് പ്രവർത്തിക്കാൻ അവസരം കിട്ടുന്ന അവസാനത്തെ നിമിഷം വരെ ഒരു വീഴ്ചയുമില്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകും. അപ്പം അതാണ് ഇവർ വിരളി പിടിപ്പിച്ചിരിക്കുന്നത്. ഈ ഗവൺമെൻറ് കാര്യങ്ങൾ ചെയ്യുന്നു, അതിന് റിസൾട്ട് ഉണ്ടാകുന്നു, അതിനെ ജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വാഗതം ചെയ്യുന്നു. ഇതാണ് ഇടതുപക്ഷത്തെ ഇന്ന് വിരളി പിടിപ്പിച്ചിരിക്കുന്നത്. അവർക്ക് ഇന്ന് ഗവൺമെന്റിനെതിരായിട്ട് പറയുന്ന ഈ ആക്ഷേപങ്ങളിൽ ഒരു ചെറിയ ശതമാനം ജനങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ പിന്നെ എന്തിനിവർ ഭയപ്പെടണം? എന്തിനു ഭയപ്പെടണം? അവര് ഈ 5 കൊല്ലം കാത്തിരുന്നവരോ 2-3 മാസം കൂടെ കാത്തിരുന്നാൽ പോരെ. പക്ഷെ അവർ ഭയപ്പെടുന്നു. ഈ ഗവൺമെന്റിന് കിട്ടുന്ന ജനപിന്തുണയിൽ അവർക്കുള്ള ഭയപ്പാടാണ് ഈ ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങൾ സ്വീകരിച്ച് ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ പറ്റുമെന്ന് നോക്കുന്നത്. പ്രതികരിക്കുന്നതിന് ആരും എതിര് പറഞ്ഞില്ലല്ലോ. ബിജു രാധാകൃഷ്ണന്റെ ഒരു ആരോപണം കിട്ടി, അതിനെ പ്രതികരിച്ചതിന് അവർക്ക് തിരിച്ചു കിട്ടിയില്ലേ? അതാണ് അല്ല അല്ലേ? അതാണല്ല അവര് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അവരതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ സത്യം മുഴുവൻ പുറത്തു വരും. സത്യം മുഴുവൻ പുറത്തു വരും. ഇതൊന്നും കേരളത്തിൽ ഒന്നും മറച്ചു വെക്കാൻ ഒക്കത്തില്ല. അത് മുഴുവൻ പുറത്തു വരും. അതെ അതെ. ഏത് തെളിവാ? ഒരു ചെറിയ ചീട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഒരു കടലാസ് ഹാജരാക്കി. എന്താ കടലാസ്? പോക്കുവരവ് ചെയ്യുന്നതിന് ഒരാൾക്ക് ഞാൻ എഴുതി കൊടുത്തു എന്നാ. പോക്കുവരവ് ഒരു വ്യക്തിക്ക് നൽകുന്ന സൗജന്യമല്ല, അവകാശപ്പെട്ട സേവനമാണ്. കേരളത്തിൻ്റെ റൈറ്റ് ടു സർവീസ് ഉള്ള സ്റ്റേറ്റാണ് ഇവിടെ. ആ റൈറ്റ് ടു സർവീസ് അനുസരിച്ച് പോക്കുവരവ് ഒരാൾക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്തു കൊടുക്കണം എന്നുള്ളത് ഗവൺമെന്റ് ബാധ്യസ്ഥരാണ്. അതിനുവേണ്ടി ഒരു പെറ്റീഷനിൽ ഞാൻ ഒപ്പിട്ടുന്ന, അതും ഞാൻ കൈകൊണ്ട് എഴുതിയതല്ല, ടൈപ്പ് ചെയ്തതാ. അപ്പം എൻ്റെ ഓഫീസിൽ പോസ്റ്റിൽ വരുന്ന പെറ്റീഷൻസ് പോലും ഡിസ്പോസ് ചെയ്യുന്ന അങ്ങനെയാണ്. നേരിട്ട് തരണമെന്ന് പോലുമില്ല. അതാണ് ഇത്രയും കാലത്തിനിടയിൽ ഏതെങ്കിലും ഒരു തെളിവ് എന്ന് പറഞ്ഞപ്പം കിട്ടിയത്. പിന്നെ 1,90,00,000 മേടിച്ചെന്ന് പറഞ്ഞ അവസരത്തിൽ എൻ്റെ ഓഫീസിലെ ലെറ്റർ പാഡ് കിട്ടാഞ്ഞിട്ട് അത് കൃത്രിമമായി ഉണ്ടാക്കി അത് തെളിഞ്ഞ് ജയിൽ ശിക്ഷ വിധിച്ചിട്ടുള്ളവരാണ് ഈ ആരോപണം പറയുന്നത്. ഇതൊക്കെ ആര് കേരളത്തിലെ ജനങ്ങളെ വിശ്വസിക്കുമോ? അത് അവര് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവര് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ആരോപണമല്ലേ? വരട്ടെ. അതാണല്ലോ അത് ഏത് സാഹചര്യത്തിൽ എങ്ങനെയെന്നുള്ളതൊക്കെ അതിനല്ല കമ്മീഷൻ വെച്ചിരിക്കുന്നത്. കമ്മീഷൻ നോക്കട്ടെ, അതല്ല കമ്മീഷൻ. അപ്പം ഏത് കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നടന്നിട്ടുള്ള ഓരോ സംഭവങ്ങളും നോക്കിക്കോ. ഇവരെ ഈ രൂപ തന്നെന്ന് പറയുന്ന ആ അവസരത്തിൽ 6,500 രൂപയുടെ ചെക്ക് പോലും മടങ്ങിയിരിക്കുക. 2 ലക്ഷം രൂപയുടെ ഗവൺമെന്റിലേക്ക് തന്ന ഫോട്ടോ എടുപ്പിച്ചിട്ട് തന്ന ചെക്ക് പോലും മടങ്ങിയിരിക്കുക. അവർക്ക് ഇതുകൊണ്ട് എന്ത് നേട്ടം അവർക്കുണ്ടായി?
അവർക്ക് ഞാൻ പറയുന്ന വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുക. 3 കാര്യങ്ങൾ. ഒന്ന്, 1 രൂപയുടെ നഷ്ടം ഗവൺമെന്റ് ഉണ്ടായിട്ടില്ല. 1 രൂപയുടെ ആനുകൂല്യം അവർക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഈ ആക്ഷേപങ്ങളൊക്കെ വന്നിട്ടുള്ളതിനെതിരെ നിയമപരമായി ഈ ഗവൺമെന്റ് എടുത്തിട്ടുള്ള നടപടിയിൽ എവിടെങ്കിലും ഒരു ചെറിയ വീഴ്ച കാണിക്കാൻ പറ്റുമോ? എവിടെങ്കിലും ഇതേ തെറ്റുകളൊക്കെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കൊടുക്കൽ വാങ്ങൽ കേസുകളായിട്ട് പോയി, ഒരു നടപടി ഉണ്ടായില്ല. പക്ഷെ ഈ ഗവൺമെന്റ് കാലത്ത് ഒരു നടപടിയിലും ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല. അതാണ്. അപ്പം ഇത് നോക്കണം. അപ്പൊ ആരാ ആക്ഷേപം പറയുന്നത്? ഒരാനുകൂല്യം കിട്ടാത്തവർ, അവര് നിയമത്തിന് മുമ്പിൽ അവരെ കൊണ്ടുവന്ന് അവരെ ശിക്ഷിച്ചിട്ടുള്ളതിന്റെ പേരിൽ. അപ്പം കുറ്റാരോപിതരായിട്ടുള്ളവര് എന്തു പറഞ്ഞാലും അതിന്റെ റിസൾട്ട് എന്താണ് എന്ന് നോക്കും. പിന്നെ ഞാൻ ചോദിക്കുന്നത്, പ്രതിപക്ഷത്തിന് ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇനി എന്തിനു ഭയപ്പെടണം? അടുത്ത് നിൽക്കുന്ന 2 നേതാക്കൾ തമ്പാനൂർ രവിയും ബെന്നി ബഹനാനും വിശ്വസിപ്പിക്കാനായിട്ടില്ലെങ്കിൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതല്ലേ പരിശോധിക്കാൻ പോകുന്നത്. അതിന്റെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ചിടത്തോളം, അതിന്റെ സാധ്യതയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വരട്ടെ, അത് നോക്കട്ടെ. അല്ലല്ല, കമ്മീഷന്റെ മുമ്പിൽ വരുന്ന കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ട കമ്മീഷനാണ്. കമ്മീഷന് ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ട്. കമ്മീഷന് വിപുലമായ ഒരു കാൻവാസാണ് ഉള്ളത്. അത് വെച്ച് നോക്കിയിട്ട് വരട്ടെ. ഏത് കാര്യത്തെക്കുറിച്ചും അതിന് സുതാര്യമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉണ്ടാകും. യാതൊരു പ്രശ്നവുമില്ല. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. അത് പിന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, UDF ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ഒരു സമയത്തിൻ്റെതായ ഒരിതുണ്ട്. അത് നോക്കി നിശ്ചയമായിട്ടും അത് പരിശോധിക്കും. അത് കമ്മീഷനകത്തെ കാര്യങ്ങളല്ല, കമ്മീഷന് പുറത്തുള്ള കാര്യങ്ങളെ കമ്മീഷന്റെ അകത്തുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കമ്മീഷനാണ് അത് സംബന്ധിച്ച കാര്യങ്ങൾ ഇതാക്കേണ്ടത്. അല്ല, അത് ഏത് വിധത്തിൽ എങ്ങനെയെന്നുള്ളതൊക്കെ ഇനി നോക്കേണ്ട കാര്യമാണ്. തന്റെ ഓഡിയോ സീഡി നേരത്തെ വ്യാജമായി ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ തന്റെ ഈ ഓഡിയോ സീഡിയിൽ തനിക്കൊരു സംശയം തോന്നുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ CM-നെതിരെ ഗുരുതരമായ ആരോപണമായിരുന്നു. 2 പ്രധാന നേതാക്കൾക്കെതിരെ ഓഡിയോ സീഡി ഹാജരാക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിന്റെ ആധികാരിക അന്വേഷണം? അതാണ്, അവർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൻ്റെതായ നടപടികൾ സ്വീകരിക്കേണ്ട അവരാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് നേരിട്ട് പറയാത്തത്. എല്ലാം കാത്തിരുന്ന് കാണുക. ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളിൽ, എനിക്കെതിരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ 1% ശരിയാണെങ്കിൽ ഞാൻ ഈ സ്ഥാനത്ത് മാത്രമല്ല പൊതുരംഗത്ത് പോലും നിൽക്കാൻ അർഹനല്ല. പക്ഷേ നിങ്ങളാരും സാഹചര്യങ്ങൾ നോക്കുന്നില്ല. ആരാണ് ആക്ഷേപം പറയുന്നത്? അവർ പറയുമ്പോൾ അതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ എന്താണ്? ഇത് 2006 തൊട്ട് കേരളത്തിൽ നടന്നിട്ടുള്ള തട്ടിപ്പാ. ഇത് ആരെയൊക്കെയാണ് ഇതാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ളവരെ, അവരാരുടെയും പേര് പറയാൻ പോലും അവരാരും അറിഞ്ഞിട്ടുള്ളതല്ല. പക്ഷെ ആരുടെയൊക്കെ പേരുകൾ ഉപയോഗിച്ചു, ആരുടെയൊക്കെ പേരുകൾ. നിങ്ങളിപ്പം പത്തനംതിട്ടയിലെ ജഡ്ജ്മെന്റിൽ എടുത്തു പറയുന്നുണ്ട് ഇന്ത്യയിലെ പ്രമുഖരായ നേതാക്കന്മാരുടെ പേരുകൾ. അപ്പം ഇതൊരു വ്യാപകമായ രീതിയിൽ ഒരു തട്ടിപ്പ് നടന്നു. അവരെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് നിയമപരമായ നടപടിയായിട്ട് നീങ്ങുക. അപ്പോൾ കുറ്റാരോപിതരായ, ശിക്ഷിക്കപ്പെട്ട ആളുകൾ പറയുന്നതിനാണ് ഇപ്പം പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഇത് മുഴുവൻ തിരിച്ചറിയും. ഇങ്ങനെ ഒരു തട്ടിപ്പിന്റെ പശ്ചാത്തലമുള്ള ഇങ്ങനെ നിരവധി പേരെ പറ്റിച്ച ഒരു സ്ത്രീയെ അവർ മൊഴി കൊടുക്കുന്നതിൽ സ്വാധീനിക്കാൻ അങ്ങയുടെ ഏറ്റവും അടുത്ത 2 നേതാക്കൾ ശ്രമിച്ചത് എന്തിനാണ്? അതാണ് ഞാൻ പറഞ്ഞത്. അവരതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അവരിനി അതിന്റെ തുടർന്നിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കും, യാതൊരു സംശയവുമില്ല. ലീഗലി എല്ലാ ആക്ഷൻ എടുത്തു എന്ന് പറയുമ്പോഴും IG TJ ജോസിനെതിരെ ഈ ഫോൺ റെക്കോർഡ്സ് ആദ്യം നശിപ്പിച്ചു എന്ന് പറയുന്നത് ഡീപോസ് ചെയ്തു കമ്മീഷന് മുന്നിൽ DGP തന്നെ. അതിനെതിരെ ഒരു ആക്ഷനും ഇതുവരെ ഉണ്ടായില്ലല്ലോ. എല്ലാത്തിനും നടപടി ഉണ്ടാകും, യാതൊരു പ്രശ്നവുമില്ല.
ഏതെങ്കിലും നശിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അത് ഗൗരവമായിട്ട് കാണും. പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയത് അദ്ദേഹം നശിപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് ആ തെളിവുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയത് നശിപ്പിച്ചു, തെളിവുകൾ മൊത്തത്തിലല്ല നശിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ മാത്രമല്ല ഇതുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് അങ്ങയെ പിതൃതുല്യനെന്ന് പറഞ്ഞ സരിത കഴിഞ്ഞ കുറച്ച് ദിവസമായി നടത്തുന്ന അങ്ങേക്കെതിരെ മാത്രമായി നടത്തുന്ന ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ സർക്കാരിനെതിരെ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് കരുതുന്നു. ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ എല്ലാ സത്യവും നിങ്ങൾ ഉൾപ്പെടെ, നിങ്ങളാണല്ലോ ഏറ്റവും അവസാനം വിശ്വസിക്കുന്നത്, ഏറ്റവും ഒടുവിൽ വിശ്വസിക്കുന്നത് നിങ്ങളായിരിക്കും. ജനങ്ങൾക്കൊക്കെ കാര്യങ്ങൾ അറിയാം. നിങ്ങൾ ഉൾപ്പെടെ ഉള്ളവർക്ക് ബോധ്യപ്പെടത്തക്ക വിധത്തിൽ കാര്യങ്ങൾ എല്ലാം മനസ്സിലാകും, യാതൊരു സംശയവുമില്ല. ഇതിനകത്ത് എനിക്ക് ഉള്ള ഈ ഒരു ശക്തി എന്ന് പറയുന്നത് എൻ്റെ മനസാക്ഷിയുടെ ശക്തിയാണ്. സത്യം ജയിക്കും, യാതൊരു സംശയവുമില്ല. പിന്നെ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ അല്പം ബുദ്ധിമുട്ടും, എന്നാലും ഞാൻ ഇവിടെ വെച്ച് പറയുന്നു, നിങ്ങൾക്കൂടെ ബോധ്യപ്പെടുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ എത്തും. കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത് ഖജനാവിന് നഷ്ടമുണ്ടായിട്ടായിരുന്നില്ല. കോടതി പരാമർശത്തെ തുടർന്ന് പ്രതിച്ഛായയ്ക്ക് മങ്ങലേറ്റു എന്ന് താങ്കൾ തന്നെ അന്ന് പറഞ്ഞിട്ട് കൂടിയായിരുന്നു. ISRO ചാരക്കേസും പിന്നെ ശ്രീ കെ കരുണാകരൻ രാജിവെച്ചതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങളൊക്കെ മാധ്യമങ്ങളിലുള്ളതല്ലേ. നിങ്ങൾ അന്നത്തെ കാലത്തെ ഏതെങ്കിലും എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ചാരക്കേസ് സംബന്ധിച്ച് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ടുള്ളതുണ്ടെങ്കിൽ നിങ്ങളൊന്നും എടുത്തില്ല. പ്രസ്താവനയായി മാധ്യമങ്ങളിൽ വന്നത് സംസ്ഥാന മുഖ്യമന്ത്രി പറഞ്ഞാൽ സംസ്ഥാനത്ത് ഒരു കുഞ്ഞു പോലും വിശ്വസിക്കാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ശ്രീവാസ്തവയ്ക്കെതിരായിട്ടുള്ള കോടതി പരാമർശം വന്നപ്പോഴാണ് അങ്ങ് രാജിവെക്കണമെന്ന് കരുണാകരനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തെറ്റാണ്, വെള്ള തെറ്റാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ രേഖകൾ എടുത്ത് നോക്ക്. അതും ഇതുമായിട്ടൊരു ബന്ധവുമില്ല. അന്ന് ചാനലുകളോ എന്നാ പിന്നെ എന്നെ കൂടെ ഒന്ന് കാണിക്കും കേട്ടോ. ശരി, അത് ഓക്കെ. കരുണാകരൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ മനസാക്ഷിയിൽ വിശ്വാസം ഉണ്ടെന്നാണ്. ഇന്ന് CM പറയുന്ന അതേ, പക്ഷെ അങ്ങ് പറഞ്ഞത് കരുണാകരൻ എടുത്ത് രാജിവെക്കാനാണ്. അതെ, ഇത് തമ്മിലുള്ള അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നിങ്ങൾ ഈ പറയുന്ന ഒന്നുമല്ല, വ്യത്യസ്തമായി. നിങ്ങളൊന്നും ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഞാൻ രാജിവെച്ചെന്താണെന്നറിയാമോ? നിങ്ങൾ കാര്യങ്ങൾ പഠിക്കാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ രാജിവെച്ചത് പിന്നെ രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലാണ്. അതിനെ തുടർന്നാണ് അതെ കുറ്റം എന്താ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ കാര്യപ്പോൾ ഒന്നും അറിയത്തില്ല. അതാണ് ഡോക്ടർ എം എ കുട്ടപ്പന് സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ കൊടുക്കാൻ അദ്ദേഹം തന്നെ പറഞ്ഞു. അത് കഴിഞ്ഞ് കുട്ടപ്പനോട് രാജി പിൻവലിക്കാൻ ആവശ്യപ്പെടണമെന്ന് എന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്ന് വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്ന് രാവിലെ 10 മണിയായാൽ രാജി പിൻവലിച്ചിരിക്കും, പക്ഷെ ആ കൂട്ടത്തിൽ ഞാൻ രാജിവെക്കുമെന്നും പറഞ്ഞു. അതാണ്, അതൊന്ന് പഠിക്കണം കേട്ടോ, ഞാനല്ലേ പറഞ്ഞു തരാം. അത് പഠിക്കണം. അല്ലാതെ വേറെ പറഞ്ഞിട്ട് ആൻ്റണിയുടെ കാലത്തെ ഇതാന്ന് പറഞ്ഞു. ആൻ്റണിയുടെ കാലത്തെ പിന്നെ ഇഷ്യൂ വേറെന്താണ് അല്ലെന്നേ അത് 2001 ഗവൺമെന്റിന്റെ കാലത്താണ്. ഇത് 91 ഗവൺമെന്റിന്റെ കാലത്താണ്. ഇതാ വ്യത്യാസം, 10 കൊല്ലത്തിന്റെ ഡിഫറൻസ്. ഏതാ ഞാൻ വേറെ ആരുടെയും പറഞ്ഞില്ലല്ലോ, എന്റെ കാര്യം ഞാൻ പറഞ്ഞുള്ളൂ. പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും പ്രക്ഷുബ്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് നമ്മൾ അനുമാനിക്കേണ്ടിയിരിക്കുന്നു.
കഴിഞ്ഞ പ്രാവശ്യത്തെ സംഭവങ്ങളൊക്കെ വീണ്ടും ആവർത്തിക്കുന്നു. മുൻനിരക്കാരായതുകൊണ്ട് എങ്ങനെ നേരിടും എന്നുള്ളതാണോ അതോ എങ്ങനെ? നമുക്കിപ്പം പിന്നെ ബഡ്ജറ്റ് പാസ്സാക്കാതിരിക്കാൻ പറ്റുമോ? ഗവൺമെൻറ് നയപ്രഖ്യാപന പ്രസംഗം നടത്താതിരിക്കാൻ പറ്റുമോ? ഭരണഘടനാപരമായിട്ട് അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് ഭരണഘടനാപരമായ ബാധ്യതകൾ നിറവേറ്റി തന്നെ മുമ്പോട്ട് പോകേണ്ടി വരും. അതിന് വ്യത്യസ്തമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അത് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തില്ലേ? പക്ഷേ ജനങ്ങൾ വിലയിരുത്തും. എനിക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഇവർ പറയുന്ന ഈ ആക്ഷേപങ്ങൾ ശരിയെന്ന് അവർ വിശ്വസിക്കുന്നെങ്കിൽ അവര് എന്തിനാ ഈ പിന്നെ ഈ ജനാധിപത്യ വിരുദ്ധ മാർഗങ്ങളിലേക്ക് പോകുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇവർ തന്നെയല്ലേ 10 കോടി രൂപ എനിക്കെതിരായി ആക്ഷേപം ഉന്നയിക്കാൻ വേണ്ടി CPM ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്? അത് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് CPM അതിന് മറുപടി പറയുന്നില്ല? എന്നാ പറഞ്ഞു? അപ്പൊ എന്താ? അപ്പൊ അവർ ചെയ്തിട്ടില്ലെന്നാണോ പറയുന്നത്? എങ്കിൽ അവർ ഇതെങ്ങനെയാ വിശ്വസിക്കുന്നത്? ശരി, അവർ പറഞ്ഞു അത് അന്വേഷിക്കാൻ പറയുന്നത് എന്താ? അവർ ചെയ്തിട്ടില്ല എന്നുള്ള അർത്ഥത്തിലല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാ അവർ വിശ്വസിക്കും? കേട്ടെ സർക്കാരിനും ബോധ്യമില്ല, എനിക്കും ബോധ്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വലിയൊരു വാർത്ത വന്നിട്ട് ഞാൻ അത് എവിടെങ്കിലും ഒന്ന് പരാമർശിച്ചിട്ടുണ്ടോ? എന്താ? എനിക്ക് ഏറ്റവും വലിയൊരു ഡിഫൻസ് ആയിട്ട് എടുത്തു വെക്കാൻ പറ്റുന്നല്ലേ? ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാ? കാരണം ഇങ്ങനെ പറയുന്നവരുടെ തെളിവിന് പുറകെ പോയാൽ നാളം കിടേണ്ടി വരും. ഞാൻ എടുത്തിട്ടില്ല, നിങ്ങൾ അത് മനസ്സിലാക്കിയാൽ മതി. എനിക്ക് ഏതെങ്കിലും വിധത്തിൽ ഇവര് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഒരു പ്രധാനപ്പെട്ട ഒരു പബ്ലിക്കേഷനിൽ വന്നിട്ടുള്ള ഒരു കവർ സ്റ്റോറി ഞാൻ ചോദിക്കുക, നിങ്ങളെല്ലാം ഉണ്ടല്ലോ, ഏതെങ്കിലും ദിവസം ഇങ്ങനൊരു ഇത് വന്നിട്ടുണ്ടെന്ന്. ഇതിനു മുമ്പ് എത്രയോ ആക്ഷേപങ്ങളും ആരോപണങ്ങളും വന്നു. നിയമസഭയെ പറഞ്ഞിട്ടുണ്ടോ? നിയമസഭയുടെ പുറത്ത് പറഞ്ഞിട്ടുണ്ടോ? എന്താ? അത് ശരിയല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് വിശ്വാസമുള്ള കാര്യമേ ഞാൻ പറയത്തുള്ളൂ. എനിക്കിങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ട് എനിക്ക് വിശ്വാസം വരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവരേത് കേട്ടാലും ചാടി പുറപ്പെടുക. അവിടെ വരുമ്പോഴാണ് ഈ നാണക്കേട് വരുന്നത്. ബിജു രാധാകൃഷ്ണൻ്റെ കൂടെ കോയമ്പത്തൂർ പോയി, നാണം കെട്ടില്ലേ? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. വിവാദ വിഷയങ്ങളിലടക്കം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ കഴിയാത്ത ഉമ്മൻചാണ്ടിയെ കൂടി ഇന്ന് വാർത്താസമ്മേളനത്തിലൂടെ കാണുകയുണ്ട്. പല മന്ത്രിസഭ കൈക്കൊണ്ട തീരുമാനങ്ങളും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഇടവേളയിലേക്ക്. ഞാൻ തീരുമാനിച്ചു, ഞാൻ വലുതാകുമ്പോഴേ സൈക്കിൾ റിപ്പയർ ഷോപ്പ് തുടങ്ങും. എന്തിനാ? ഇക്കണക്കിന് നിങ്ങൾ പെട്രോൾ വേസ്റ്റ് ചെയ്താൽ ഫ്യൂച്ചറിൽ പെട്രോളേ ബാക്കി കാണില്ല. സൈക്കിൾ അല്ലേ ഓടിക്കാം? നാം തന്നെ പെട്രോൾ മുഴുവൻ തീർക്കുമോ, അതോ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കുറെ ബാക്കി വെക്കുമോ? പ്ലീസ്, കുറഞ്ഞ പക്ഷം സിഗ്നലിൽ എഞ്ചിൻ ഓഫ് ചെയ്യൂ. Download the PCRA Android app to know more about saving fuel. Issued in public interest by Petroleum Conservation Research Association, Government of India. Smooth as gold, sinful as chocolate. New Axe Gold Temptation and Axe Dark Temptation, two powerful fragrances from Axe. സമ്മേളനം മന്ത്രിസഭാ യോഗങ്ങൾ വിശദീകരിക്കുന്നു. അതിലേക്ക് വരട്ടെ. അപ്പം അതിപ്പോഴല്ലേ പുറത്തു വന്നത്? കാരണം എന്താ? ഞങ്ങളത് ഉപയോഗിക്കാൻ പോയില്ല. ഞങ്ങളത് അതിനകത്ത് ഒരു പ്രാധാന്യവും കണ്ടില്ല. അതാണ് സംഗതി. പറയാൻ വന്നത് അത് അവിടെ ചെയ്യും, അവർ ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ ഞാന് എന്തെല്ലാം കണ്ടിരിക്കുന്നു. അപ്പോളേ ഞങ്ങള് ഇന്നത്തെ കൗൺസിൽ ഒരു കോളേജിന്റെ പേര് കിട്ടാതിരുന്നുകൊണ്ടാണ് 5 കോളേജുകൾക്ക്
യൂണിവേഴ്സിറ്റി നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ശുപാർശ ചെയ്തിട്ടുള്ള 5 കോളേജുകൾക്ക് അനുമതി നൽകി. ആർട്സ് ആൻഡ് സയൻസ് കോളേജസ്. പിന്നെ ഒരു ഗവൺമെൻറ്റും 4 എയ്ഡഡും. അതിൻ്റെ ലിസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിപ്പം തരും, ഇവിടെ തരും. അതിൻ്റെ യഥാർത്ഥ പേരും കാര്യങ്ങളൊക്കെ എനിക്ക് അനുസരണത്തിൽ. അത് ഒരു ഗവൺമെൻറ് കോളേജും 4 പ്രൈവറ്റ് കോളേജസുമാണ്. പിന്നെ കോളേജുകൾ ഒന്നുമില്ലാത്ത ചില വിഭാഗത്തിൻ്റെ അപേക്ഷകളും ഗവൺമെൻറ് പരിഗണിക്കുന്നുണ്ട്. അവർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല. അതുകൊണ്ട് അവർക്ക് NOC കൊടുത്തിട്ട് അവരപേക്ഷിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ശ്രുതിയുടെ കാര്യം പറഞ്ഞില്ലേ, കാസർഗോഡ് ആ കുട്ടീന്റെ ഹസ്ബൻഡ് ആത്മഹത്യാ ശ്രമം നടത്തി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. അതായത് സർക്കാർ സഹായമൊന്നും കിട്ടിയില്ല, ഫീസ് മുടങ്ങിയെന്ന് പറഞ്ഞിട്ടാണ് വാർത്തകൾ വരുന്നത്. ഞാൻ അവരുടെ അക്കൗണ്ടിൽ 2 ലക്ഷം രൂപ കിടപ്പുണ്ട്. അക്കൗണ്ടിൽ 2 ലക്ഷം രൂപ കിടപ്പുണ്ട്. പ്രചരണം എങ്ങനെയുമായിരുന്നു ഞാൻ അന്വേഷിച്ചപ്പോൾ അവർക്ക് ഗവൺമെൻറ് രൂപ കൊടുത്തു, അവരുടെ അക്കൗണ്ടിൽ കിടക്കുകയാണ്. ഈ എൻഡോസൾഫാൻ ബാധിതരായ കുട്ടികൾ സമരം നടത്തുന്നുണ്ട്. 9ാം ദിവസത്തിലേക്ക് കടന്നു. മുഖ്യമന്ത്രി സംസാരിക്കുകയായിരുന്നു.